വേനലും ശിശിരവും വസന്തവും എല്ലാം കടന്നുപോയി. എന്നാൽ ഇവയുടെ ജീവിതത്തിൽ ഒന്നു മാത്രം മാറിയിട്ടില്ല, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്വര. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. എനിക്ക് അത്യാവശ്യമായിട്ട് കമ്പനിയിൽ പോണം. എടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പിന്നെ ആർക്ക് വേണ്ടിയാ ചെറുക്കാൻ ഞാൻ ഇതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നേ? ഓ ശരി, അതിന് ഇനി കണ്ണ് നിറയ്ക്കണ്ട, ഞാൻ കഴിച്ചോളാം. വാ മോനെ, വാ മോനെ, വാ കഴിക്ക്, നല്ലോണം കഴിക്ക്. അച്ഛൻ പെട്ടല്ലേ? പെട്ടടാ പെട്ട്. അല്ല, ഇനി എങ്ങനെ ഊരും? വെരി സോറി, ഐ ആം ഓൾസോ ട്രാപ്പിഡ്. ഇനി കഴിച്ചെഴുന്നേക്ക എന്നല്ലാതെ വേറെ ഒരു വഴിയുമില്ല. എന്തോന്ന് അച്ഛനും മോനും കൂടെ ഒരു സംസാരം? അത് ഞാൻ കേൾക്കാൻ പാടില്ലാത്തത്. അതമ്മ, അച്ഛൻ പറയായിരുന്നു ഇന്നത്തെ അമ്മയുടെ ഫുഡിന് നല്ല ടേസ്റ്റ് എന്ന്. ഇത് എന്ത് തരം പരീക്ഷണം അമ്മ? ഞാനാ എപ്പോ പറഞ്ഞു? അത് ഇന്നലെ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാടാ. കൊള്ളാല്ലേ നന്ദേട്ടാ, കുറച്ചുകൂടെ കഴിക്ക്. നന്ദിയുണ്ട് മകനെ, നന്ദിയുണ്ട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവ നിനക്കൊരു ജോലിയുണ്ട്, നീ സെറ്റിൽഡും ആണ്. ഇനി നിനക്കൊരു കല്യാണം കഴിച്ചൂടെ മോനെ? അമ്മ പ്ലീസ്, ഇതിനുള്ള ഉത്തരം ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. സ്വര അവളെ പോലെ എന്നെ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. അവളാകാൻ സ്വര നിന്റെ സുഹൃത്താ. അവളെ പങ്കാളിയാക്കണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ അവളോളം ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി ആർക്കും അതിന് കഴിയേയില്ല. അതിന് ജീവിത പങ്കാളിയാണെങ്കിലും സുഹൃത്താണെങ്കിലും. യുവ, നിന്നെ മനസ്സിലാക്കാൻ നീ ആർക്കെങ്കിലും ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ? പിന്നെങ്ങനെയാ? പിന്നെ സ്വരമോള്, അവള് നിന്നെ മാത്രമല്ല ഞങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാ നീ ഇന്നിങ്ങനെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അവൾ ആഗ്രഹിക്കുന്നത് നിന്റെ സന്തോഷമാ, ഞങ്ങളും അതാ ആഗ്രഹിക്കുന്നേ. സന്തോഷിക്കാൻ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഇതാണ് എന്റെ സന്തോഷം. സ്വര അവൾ എന്റെ കൂടെ ഉണ്ട്, അത് മതി. ആ വിശ്വാസം മാത്രം മതി എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. യുവ നന്ദിട്ട്, നിങ്ങൾ എന്താ ഒന്നും പറയാത്തേ? നീ എപ്പോ ഈ കാര്യം പറഞ്ഞാലും അവൻ ഇങ്ങനെ തന്നെയല്ലേ പറയാറ്. അവനെ തിരുത്താൻ ആർക്കും കഴിയില്ല, ഒരാൾക്കൊഴികെ. ഇതും പറഞ്ഞ് നന്ദനും എഴുന്നേറ്റ് പോയി. ജനനി നിരാശയോടെ ഇവയും നന്ദനും പോകുന്നത് നോക്കി നിൽക്കുകയാണ്. കാലചക്രം പിന്നെയും മുന്നോട്ട് പോയി. കലണ്ടർ മാറി എന്നല്ലാതെ ഇവയുടെ തീരുമാനങ്ങൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം. യദു, എപ്പോഴാ GK ഗ്രൂപ്പുമായിട്ടുള്ള മീറ്റിംഗ്? 3 മണിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരി, എങ്കിൽ ഞാൻ തനിച്ച് പൊയ്ക്കോളാം. യുവ, അത് ഒരതുമില്ല, ഞാൻ പൊയ്ക്കോളാം. ഞാനേ പോകൂ. ഏരി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യദു ഇവയുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മകനാണ് കക്ഷി. ഇവയുടെ PA ആണെന്നാണ് വെപ്പ്. പക്ഷേ ഇവയ്ക്കൊരു കൂട്ടെന്ന നിലയ്ക്ക് ഇവയുടെ അച്ഛൻ നന്ദൻ നിയോഗിച്ചതാണ് യദുവിനെ. ഓരോ ദിവസത്തെയും ഇവയുടെ കാര്യങ്ങൾ വള്ളി തെറ്റാതെ അച്ഛന്റെ അടുത്ത് ചെന്ന് പറയലാണ് യദുവിന്റെ ജോലി. ഈ കാരണം കൊണ്ട് തന്നെ ഇവയ്ക്ക് യദുവിനോട് അത്രയ്ക്കങ്ങോട്ട് ചായവില്ല. ഹലോ, എന്താ പറയൂ. മീറ്റിംഗ് കഴിഞ്ഞോടാ? നീ ഇറങ്ങിയോ അവിടെ നിന്ന്? എവിടെ എത്തി? മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെ ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് ചോദിച്ചാ പോരെ? മീറ്റിംഗ് കഴിഞ്ഞു, ഡീൽ ഏകദേശം നമുക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പാ. പിന്നെ ഞാനിപ്പം ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക, തിരിച്ച് അങ്ങോട്ട് വരുക. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക? എന്നാ പിന്നെ ഫോൺ വെച്ചോ. ഏത് നേരത്താണാവോ അച്ഛന്റെ വാക്കും കേട്ട്. യുവ പോകുന്ന വഴി കുറെ നേരം കൊണ്ട് ഒരു കാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവനത് മിററിലൂടെ കാണുകയും ചെയ്തു. സൈഡ് കൊടുത്തിട്ടാണെങ്കിൽ കയറി പോകുന്നുമില്ല. പെട്ടെന്ന് ആ കാർ അവന്റെ കാറിനെ ഓവർടേക്ക് ചെയ്തു. ഇവയുടെ കാറിനെ ബ്ലോക്ക് ചെയ്തു നിർത്തി. What the hell? നിങ്ങളൊക്കെ ആരാടോ? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? താനെന്താണോ അമ്മരടിച്ചപ്പോ നിന്ന് കൊണ്ടോണ്ടിരുന്നേ? കാല് മടക്കി മർമ്മം നോക്കി ഒന്ന് കൊടുക്കായിരുന്നില്ലേ? മോശം. ഡോ അവളുടെ സാന്നിധ്യവും സംസാരവും എല്ലാം കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് യുവ. അത്രമേൽ അവൾ അവനിൽ പതിഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവളുടെ മുഖമല്ല, സംസാരവും സാന്നിധ്യവും അവൻ ഏറെ പരിചിതമായ ഒരാളെ അവന് അവളിലൂടെ അറിയാൻ സാധിക്കുന്നത് പോലെ. ഇയാളുടെ റിലേ പോയോ? കാണാനൊക്കെ കൊള്ളാം, പക്ഷേ ഒരു പാവാണെന്നാ തോന്നുന്നേ.
അവൾ സ്കൂട്ടിയുടെ അടുത്തേക്ക് പോയി. അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് യുവ. സ്കൂട്ടി എടുത്ത് പോവാൻ നിന്നതും പുറകിലേക്ക് തിരിഞ്ഞ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന യുവയെ നോക്കി അവൾ ഒറ്റ കണ്ണടിച്ചു കാണിച്ചു. അതും കൂടെ കാണവേ അവന്റെ മനസ്സിൽ സ്വരയുടെ ഓർമ്മകൾ മിന്നി മാഞ്ഞു. യുവ, യുവ മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഇവിടുത്തുകാരനല്ലേ? ഇല്ല ചാ, കുഴപ്പമൊന്നുമില്ല. കാര്യം വേറൊന്നുമല്ല, ഉണ്ടായ ഫൈറ്റും കാര്യങ്ങളും യദു നേരത്തെ അറിഞ്ഞു. അത് അതേപോലെ നന്ദനോട് പറയുകയും ചെയ്തു. ആത്മാർത്ഥത അല്ലാതെ പിന്നെന്താ. ആ നേരത്ത് ആ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ. ഓ ആ യദു, ആ എന്താ അങ്കിൾ? യദു, ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വിത്തിൻ 1 hour എനിക്ക് കിട്ടിയിരിക്കണം. ആ യെസ് അങ്കിൾ. മോനെ, നീ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ. സാർ, ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ആണോ? നോക്കട്ടെ. യെസ് സാർ. നെയിം താര, താര കൃഷ്ണദാസ്. അച്ഛൻ കൃഷ്ണദാസ്, അമ്മ യമുന. കൃഷ്ണദാസിന് ഒരു ചായക്കടയുണ്ട്. ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലി. ഒറ്റ മകളാണ് താര. താരയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആളെ ഒരു തിളച്ച എണ്ണയിൽ എടുത്തിട്ട് കടുകിട്ട പൊട്ടിത്തെറിക്കുന്നത് പോലുള്ള സ്വഭാവം. ആള് CBCID ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുക, ബട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. വൈ? 5 വർഷം മുന്നേ നടന്ന ഒരു ആക്സിഡന്റ്, അതിൽ നിന്ന് റിക്കവർ ആയ ശേഷം പിന്നെ പഠിച്ചിട്ടില്ല. അതേപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല സാർ. ഓക്കെ, വേറെ? ആളിടയ്ക്ക് അച്ഛനെ സഹായിക്കാൻ പോകാറുണ്ട്. പിന്നെ കുറെ പേരുടെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ട് നിന്നിട്ടുണ്ട്. ഈ കുട്ടിയോ? ആ, കരാട്ടെ, കുംഫു, കളരി എന്നിവയിലൊക്കെ ചെറിയ പൊടിക്കൈകളൊക്കെ ആ കൊച്ചിനെ അറിയാം. ഞാൻ അന്വേഷിച്ചായിരുന്നു. ദാറ്റ്സ് ഗുഡ്. ഇത്രയാണ് സാർ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. നാളെ മുതൽ ഇവയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ ബോഡി ഗാർഡ് താര ഇവിടെ ഉണ്ടായിരിക്കണം. ഇത് ആ കുട്ടിയെ വിളിച്ച് നാളെ വരാൻ പറയണം. യെസ് സാർ, ഞാൻ വിളിക്കാം. അച്ഛാ, അച്ഛാ അത് വേണ്ട അച്ഛാ. രാവിലെ നിർത്താതെയുള്ള കോളിംഗ് ബെല്ലടി കേട്ടാണ് ഇവ ഉണർന്നത്. അത് ആരാണെന്ന് നോക്കാനായി ഡോർ തുറന്നതും അവൻ കണ്ടത് ബ്ലാക്ക് പാന്റ്, ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരു പെൺകുട്ടിയായിരുന്നു. wow, so handsome. എന്താ? അല്ല, നീ എന്താ ഇവിടെ? എന്നെ മനസ്സിലായില്ലേ? എടോ, ഞാനല്ലേടോ ഇന്നലെ തന്നെ രക്ഷിച്ച് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, നീ എന്താ ഇവിടെ? അതോ, എനിക്ക് ഇവിടെ നിന്ന് ഒരു കോൾ വന്നു. ഒരു ജോബ് ഉണ്ട്, വരണമെന്നും പറഞ്ഞിട്ട്. ഞാൻ കേട്ടപാടെ പെട്ടിയുടെ പോന്നു. ഇവിടെ നിന്ന് ആര് വിളിക്കാൻ? അത് താര, അകത്തോട്ട് പാടോ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഓ, ഇങ്ങനെ കുണ്ടും വടക്കൊക്കെ അങ്ങോട്ട് മാറി നിൽക്കടോ. യത് സാർ, ദേ വന്നപ്പോ അയാൾ എന്നെ തടഞ്ഞു വെച്ച്. അതാ അവിടെ തന്നെ നിന്നേ. ആ, അതായിരുന്നു. പിന്നെ എന്നെ ഏതോന്ന് വിളിച്ചാ മതി, സാറ് വേണ്ട. ഓക്കെ ഓക്കേടാ യദു. അതെ, നീ എന്നോട് വീടാണെന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോ ഒരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. പിന്നെ ഏതാ ചെക്കൻ? കാണാൻ എന്ത് മൊഞ്ചാണെന്നോ, എനിക്കങ്ങ് ബോധിച്ചു. ആഹാ, ആ മൊഞ്ചന് ബോഡി ഗാർഡ് ആവാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ. പിന്നെ എന്താണ് മോളെ ഒരു ഇത്? ഓ, അങ്ങനെ. ആ, പിന്നെ ഇത്. എടാ, അങ്ങനെ പോലെ ഒരുത്തനെ കണ്ടാല് എങ്ങനെ വീഴാതിരിക്കും? ബോഡി ഗാർഡല്ല, ഇനി എന്റെ 2 കണ്ണും അവിടെ തന്നെയാവും. അതെന്താ, ഞാൻ മോശമാണോ? അയാളെ കണ്ടിട്ട് നിന്നെ കണ്ടാലേ എടുത്ത് കിണറ്റിലിടാൻ തോന്നും, അത്ര ലുക്ക്. അല്ല, എന്താ അങ്ങനത്തെ പേര്? അതാണ് യുവ. ആഹാ, കൊള്ളാല്ല. ഇനി മുതൽ ആ യുവ എന്റെ കയ്യിലിരിക്കട്ടെ. കാണാം. പിന്നെ നീ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ എന്റെ ജോലി തുടങ്ങട്ടെ. ഓഫീസ് റൂമിൽ നന്ദൻ അങ്കിൾ ഉണ്ട്, ഇവയുടെ അച്ഛൻ. അങ്കിളിനെ കണ്ടിട്ട് കേറിക്കോ. ഓക്കേ സർ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ, താര കം. യെസ് സർ, ഞാൻ ജോലിയിലോട്ട് കേറിക്കോട്ടെ? പിന്നെന്താ, കേറിക്കോളൂ. പിന്നെ മോളൊരു പെൺകുട്ടി ആയതുകൊണ്ട് പറയാ, യുവ അവൻ അത്ര പെട്ടെന്ന് മെരുങ്ങത്തില്ല. മോളുള്ളിടത്തോളം കാലം അവനെ പ്രൊട്ടക്ഷൻ ചെയ്യണം. യെസ് സർ. പിന്നെ സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ? ഈ സാറ് വിളി എനിക്ക് എന്തോ പോലെ. യദു വിളിക്കുന്ന പോലെ ഞാൻ അങ്കിളെന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, നിനക്ക് എന്ത് വിളിക്കാൻ തോന്നുന്നോ അത് വിളിച്ചോ. എന്നാ പിന്നെ ചെല്ല്. ആ പിന്നെ മോൾക്ക് യദുവിനെ നേരത്തെ അറിയാല്ലേ?
അത് സാർ ഞങ്ങൾ ഒരേ കോളേജിലാ പഠിച്ചേ. ഓക്കെ ചെല്ല്. എന്തായടി? എന്താകാൻ പോയതാര ഈ താര സെറ്റ് ആവാതെ വരുമോ? അപ്പോ സെറ്റായി, പിന്നെ ജോലിക്ക് കയറിയല്ലേ? പിന്നല്ല, പക്ഷേ നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് അങ്കിള് മനസ്സിലാക്കി. സത്യം പറ, നീ എന്റെ ജാതകം വരെ കാണിച്ചില്ലേ ഇവിടെ? അതെന്തോ ആവട്ടെ, ഞാനേ എന്റെ ജോലിയിലോട്ട് കിടക്കേട്ടോ. ചെല്ലു. റൂമിലെത്തിയ യുവ സ്വരയുടെ സ്വഭാവവും എല്ലാം കണ്ടതിനെ പറ്റി ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അടി കഴിഞ്ഞ് സ്കൂട്ടി എടുത്ത് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് കണ്ണടിച്ച് കാണിച്ചത്. അത് സ്വര എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ അവനെ നോക്കി കണ്ണൊരുക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. സ്വര, എവിടെയൊക്കെയോ താരയ്ക്ക് നിന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് നിന്നെ ഓർമ്മ വരിക. പക്ഷെ മറ്റൊരാൾക്കും നിന്റെ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല. എന്റെ സ്ഥാനം വേണ്ട, ഗേൾ ഫ്രണ്ട്, വൈഫ് എന്നിങ്ങനെ സ്ഥാനങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ, അതിലേതെങ്കിലും മതി. സ്വര, എന്റെ പൊന്നു യുവ, നീ ഇതെന്താ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണോ? എപ്പൊ ഞാൻ വന്നാലും അപ്പോഴെല്ലാം സ്വരാന്ന് വിളിക്കാൻ. അതൊരു ഫ്ലോയിൽ അങ്ങ് വരുന്നതാ. എടാ, ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി, പറയട്ടെ? എന്തിനാ ഒരു മുഖവുര? നീ പറയ. താരയില് നിനക്ക് എവിടേക്കോ ഞാനുള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ അങ്ങ് കൂടെ കൂട്ടിക്കോ. ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ടെന്നേ. ഓ, ഇനി ഇതിനെ നീ നോക്കി പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞല്ലേ. എത്ര കാലമാ നീ ഇങ്ങനെ? സാർ, ഓഫീസിൽ പോകണം. സാർ വരുന്നില്ലേ? ഞാൻ വന്നോളാം. താൻ എന്തിനാ വാതിലും തള്ളി തുറന്ന് കയറി വന്നേ? അതിനെന്താ, സാർ ഇവിടെ ഡ്രസ് ഇടാതെ നിക്കാലോ. ഇനി അങ്ങനെ ആണെങ്കിലും എനിക്ക് നല്ലൊരു സീൻ കിട്ടിയെന്നെ. നീ കിടന്ന് ചിരിക്കണ്ട. ഇങ്ങനെ ചിരിക്കുന്നേ ഫ്ലോട്ടിങ് കണ്ട മനസ്സിലാകില്ലേ? എന്താ? ഏയ്, ഒന്നുമില്ല സാർ, പോവാം. അല്ല, സാർ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ ആരോട്? അത് ഫോണിലായിരുന്നു. യുവയുടെ റൂമിലെ ചുവരിൽ ചേർത്തിരിക്കുന്ന സ്വരയുടെയും യുവയുടെയും ചിത്രങ്ങൾ കണ്ട് താരയുടെ കണ്ണുകൾ അവയിൽ തറച്ചു നിന്നു. എന്തെന്നറിയില്ല, താരയുടെ ഹൃദയം പദവിനേക്കാൾ വേഗതയിൽ ഇടിച്ചുകൊണ്ടേയിരുന്നു. ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന താരയുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് യുവ അവളെ വിളിച്ചു. ഡോ താനിത് എന്താലോചിച്ചുകൊണ്ടിരിക്കുക? വാ. അത് സാർ, ഇതാരാ? യുവയ്ക്കെന്തോ അവൾ അറിയണമെന്ന് തോന്നി. അവൻ പറഞ്ഞു തുടങ്ങി. അത് സ്വര, എന്റെ ഫ്രണ്ട്, സോൾമേറ്റ്, മറ്റെല്ലാം. അവളിപ്പോ എവിടെയുണ്ട്? ദൂരെ മേഘങ്ങൾക്കിടയിൽ എനിക്ക് വേണ്ടി നിൽപ്പുണ്ട്. രാത്രി എനിക്കായി അവൾ വരും, പ്രകാശിക്കും, ഒരു മടിയും കൂടാതെ. ആഹാ, അപ്പൊ പൈലറ്റ് ആണല്ലേ? രാത്രി 7:30 പോണ വിമാനത്തിന് ഭയങ്കര വെളിച്ച, അതിലാണോ? വിളിക്കുമ്പോഴേ ഞാൻ ചോദിച്ചെന്ന് പറയണേ. ഏത് നേരത്താണാവോ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്. ദിവസങ്ങൾ കടന്നു പോകവേ താരയും യുവയും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. താരയിൽ സ്വരയെ അവൻ തേടിക്കൊണ്ടേയിരുന്നു. പതുങ്ങിയിരിക്കുന്ന സ്വരയെ അവൻ അന്വേഷിക്കുകയായിരുന്നു അവളിൽ. താരയുടെ ഫ്ലോട്ടിങ്ങിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. തുടർന്ന് കാണ്ടാമൃഗം പോലും തോറ്റുപോകുന്ന തൊലിക്കട്ടി ആയതുകൊണ്ട് യുവ പറയുന്നതൊന്നും താരയുടെ മണ്ടയിലേക്ക് കയറിയില്ല. ഇവരെ കാണവേ സ്വരയാകുന്ന നക്ഷത്രത്തിന് 10 മടങ്ങ് ശോഭയായിരുന്നു. അവളില്ലേ താര, അവൾക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. എന്നിട്ട്? എടി, നിന്റെ കുറുമ്പും സംസാരവും എല്ലാം അവൾക്കുണ്ട്. സത്യം പറഞ്ഞ നിന്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താ ഒരു പക്ഷേ? അവൾക്ക് കുറച്ച് ഫ്ലേർട്ടിങ് കൂടുതല. എന്റെ ഒരു കോപ്പിക്ക് നിൽക്കുന്നേ. ചിരിക്കാതെ പിന്നെ എന്തോന്ന് ചെയ്യാനാ? എടാ മോനെ യുവ, അവളുടെ ഫ്ലേർട്ടിങ് പോലെ നീ എൻജോയ് ചെയ്യുന്നില്ലേ ഒരു വിഷയം അവളെ കുറുമ്പിനേക്കാളേറെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്താ ചെക്ക, നിനക്കൊരു ഇളക്കം? നീ ഒന്ന് പോയേ സ്വര. അവളുടെ ഫ്ലേർട്ടിങ് കൊണ്ട് ഞാനളക. നടന്നത് തന്നെ നടന്നു കഴിഞ്ഞല്ലോ. അവള് നിന്നെ ഫ്ലേർട്ട് ചെയ്ത് കഴിഞ്ഞു പോകുമ്പോ തിരിഞ്ഞു നിന്നുള്ള നിന്റെ കള്ളച്ചിരിയും ആ ബ്ലഷ് പോലും ഇടാതെ ചുമക്കുന്ന നിന്റെ കവളും, ഇതൊന്നും മറ്റാരും കണ്ടില്ലെങ്കിലും ഞാൻ കാണും യുവ. അപ്പൊ നിനക്കെല്ലാം മനസ്സിലായല്ലേ? പിന്നില്ലാതെ, എന്നോളം നിന്നെ മനസ്സിലാക്കാൻ മറ്റാർക്കും നീ ഒരു അവസരം കൊടുത്തിട്ടില്ലല്ലോ യുവ. പക്ഷേ ഇനി നീ അവൾക്ക് ഒരവസരം കൊടുക്കണം. ആകാശത്തിലെ നക്ഷത്രമാകാനേ എനിക്ക് കഴിയുള്ളൂ. ജീവിതത്തിൽ നിനക്കൊരു കൂട്ടാകാനും മിന്നാതെ മിന്നുന്ന താരമാകാനും അവൾക്കേ കഴിയുള്ളൂ. താരയ്ക്ക്, അവൾക്ക് മാത്രം. അതുകൊണ്ട് നാളെ തന്നെ നീ ചെന്ന് നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയും. ഇപ്പോ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്.
can feel the sweat inside my palm. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് താര. എന്താ സർ വീട്ടിലോട്ട് വരാതെ രാവിലെ തന്നെ എന്നെ ബീച്ചിലോട്ട് വിളിപ്പിച്ചേ? തന്നോട് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെക്കുറിച്ചും പിന്നെ എൻ്റെ സ്വരയെക്കുറിച്ചും. പറഞ്ഞോളൂ സാർ. എന്നെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നീ സ്വരയെക്കുറിച്ച് അറിയണം. എൻ്റെ സ്വര എന്നിലെ സൗഹൃദത്തെ പുറത്തു കൊണ്ടുവന്നവൾ. കപ്പിൾസ് ആണെന്നും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും വിധമായിരുന്നു ഞങ്ങളുടെ കൂട്ട്. ഞങ്ങൾ പക്ഷേ ആ നിഗമനങ്ങളെ ഒന്നും ശരിയല്ല എന്ന് വാദിക്കാൻ പോലും പോയില്ല. കാണിച്ചു കൊടുത്തു, സൗഹൃദം എന്നത് ഒരേ ജെൻഡറിലുള്ളവർക്ക് മാത്രം ഉള്ളതല്ല. അതുപോലെ ബോയ് ഗേൾ എന്നിവർക്ക് കപ്പിൾസ് മാത്രമല്ല, നല്ല സുഹൃത്തുക്കളും ആവാമെന്ന്. ഒരു വഴക്കിലൂടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നെ മറ്റൊരാൾക്കും നോവിക്കാൻ പോലും ഞാൻ അവളെ വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാത്തിനും കൂടെ നിന്നിരുന്നു, പരസ്പരം മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ കോളേജിലെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് ജോലി കിട്ടി എന്ന സന്തോഷമായി എൻ്റെ ബർത്ത്ഡേക്ക് കേക്കും വാങ്ങി വരുമായിരുന്നു എൻ്റെ സ്വര. സ്വരയ്ക്ക് എന്ത് പറ്റി? വരുന്ന വഴിക്കുള്ള ഒരു ഓർഫനേജിന് തീ പിടിച്ചത് കണ്ട് വെപ്രാളത്തിൽ എൻ്റെ സ്വര അങ്ങോട്ട് ചെന്നു. അവിടുത്തെ ആളുകളുടെ കരച്ചിൽ കാണാതെ അവൾക്ക് സഹിച്ചില്ല. മനുഷ്യരൂപം ധരിച്ച കുറേ ചെറുത്തന്മാർ വെന്തെരിയുന്ന ചിത്രം ഫോണിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു. ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് അത് വരുന്നതും കാണാനില്ലായിരുന്നു. അപ്പോഴാണ് സ്വര ഒരു ശബ്ദം കേട്ടത്. എന്ന് കേട്ട പാതി സ്വര കത്തിയെരിയുന്ന ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന സൈഡിലിരിക്കുന്ന ജുവൽ മോളെ ആ മദർ കണ്ടത്. എല്ലാവരും കൂവി വിളിച്ചു. ജുവൽ ഇവിടെ ആ പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അവളോട് ഇറങ്ങി വരാൻ പറഞ്ഞു. പക്ഷേ ആ അഗ്നിക്കെന്തോ എൻ്റെ സ്വരയെ ഇഷ്ടപ്പെട്ടു. ആ ഓർഫനേജിൽ കിച്ചണിലിരിക്കുന്ന ഗ്യാസിലേക്ക് തീ പടർന്നു. എൻ്റെ സ്വര പിന്നീട് ഞാൻ കാണുന്നത് കത്തിക്കരിഞ്ഞ എൻ്റെ സ്വരയാണ്. ആ മുഖം എനിക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ല. അവളുടെ കുസൃതി, ചിരിച്ചുകൊണ്ടുള്ള കണ്ണീർക്ക് എല്ലാം എന്നേക്കുമായിട്ട് പോയി. ഞാനൊന്ന് അടിച്ചാൽ പോലും സഹിക്കാത്തവളാ. അവൾക്ക് എന്തുമാത്രം വേദന നോക്കിയാണ്. താര, ഞാനിതൊക്കെ ഇപ്പോൾ പറഞ്ഞത് എല്ലാം നീ അറിയണം എന്നതുകൊണ്ടാണ്. ജീവനുണ്ടായിരുന്നു എൻ്റെ സ്വരയ്ക്ക്. പിന്നീട് ഹൃദയം ആർക്കോ കൊടുത്തു. എൻ്റെ സ്വര ഇന്നും ജീവിച്ചിരിപ്പുണ്ട് മറ്റാരുടെയോ ശരീരത്തിൽ. താര, നിൻ്റെയും യദുവിൻ്റെയും കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നിങ്ങളിലൂടെ ഞാൻ കാണുന്നത് എന്നെയും എൻ്റെ സ്വരയാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വര കൂടെ ഉള്ളതുപോലെയാണ് തോന്നാറ്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ടായിട്ടല്ല. അവിടെ ഇന്നും എൻ്റെ സ്വരയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. തനിക്ക് വന്നൂടെയോ എൻ്റെ ലൈഫിലോട്ട്? സ്വരയെ പോലെ തോന്നിയത് കൊണ്ട് മാത്രമല്ല, തൻ്റെ ഫ്ലേർട്ടിങ്ങിലും ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നടോ. എന്തോ അതിനിയും എൻ്റെ കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട്. ആസ്വദിക്കുന്നുണ്ട് ഞാൻ ഒരുപാടത്. താര, ഐ ലവ് യു സോ മച്ച്. ഞാൻ ഇഷ്ടമല്ല എന്ന് മാത്രം പറയല്ലേ. പിന്നെ ഈ സാർ എന്ന വിളി നിർത്തിയേക്ക്. കോൾ മീ യുവ. ആഹാ, നാണമൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നീട് അങ്ങോട്ട് താരയുടെയും യുവയുടെയും ദിവസങ്ങളായിരുന്നു. ഇതിനിടയ്ക്ക് തൻ്റെ സ്വര ആകാശത്ത് ഒരുപാട് പേരെ സ്നേഹിക്കുന്ന ഒരു വെൺ താരകമായി തിളങ്ങി നിൽപ്പുണ്ടെന്ന് യുവ താരയോട് പറഞ്ഞിരുന്നു. മോളെ, അച്ഛൻ ഇങ്ങോട്ട് വരില്ലേ? വരും പപ്പാ. അപ്പോഴാണ് കോളിംഗ് ബെൽ സൗണ്ട് കേട്ടത്. താര ചെന്ന് വാതിൽ തുറന്നു. താരയുടെ അച്ഛനായിരുന്നു അത്. കല്യാണ കാര്യങ്ങളും മറ്റും അവർ പറഞ്ഞുറപ്പിച്ചു. എന്നാലും മോനെ യുവ, നിനക്ക് എങ്ങനെ ഈ മരം കയറി ഇഷ്ടമായേ? ഇഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യാനാ അച്ഛാ? ആഹാ, അത് ശരി. ഒരു അവസരം കിട്ടിയപ്പോ എല്ലാരും എനിക്കിട്ട് കൊട്ടു അല്ലേ? വാ അച്ഛാ, ഞാനേ എന്റെ യുവേട്ടന്റെയും റൂം കാണിച്ചു തരാം. വാ. ആ, രക്ഷപ്പെട്ടോ മോനെ. യുവ, നീ കൂടെ ചെല്ല്. ആ പാപ്പ, വാ അച്ഛാ, ഇതാണ് റൂം. ആഹാ, കൊള്ളാലോ. അച്ഛാ, ഇത് സ്വരമോളല്ലേ? അച്ഛൻ എങ്ങനെ സ്വരയെ അറിയാം? എങ്ങനെ എനിക്ക് അറിയാതിരിക്കും മോനെ? എന്റെ മോള് താര, അവൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം ഈ മോളാ. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ?
താര ജീവിച്ചിരിക്കാനുള്ള കാരണം എങ്ങനെ സ്വര? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താര, നീ പറയൂ. മോനെ, ഇവള് കോളേജ് ടൈമിൽ തന്നെ എല്ലാത്തിലും അങ്ങോട്ട് കയറി ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഗ്യാങ്ങുമായിട്ട് ഇവൾ ഏറ്റുമുട്ടി. അവരെൻ്റെ മോളെ ഉപദ്രവിച്ച് ഇരുമ്പ് വടികൊണ്ട് ഇവളുടെ നെഞ്ചത്തടിച്ചു. അന്ന് എൻ്റെ താരമോളുടെ ഹൃദയം നിലച്ചു പോയിരുന്നു. ആ നേരത്ത് സ്വരമോളുടെ ഹൃദയം താരയ്ക്ക് മാച്ചാണെന്ന് അറിയുന്നത്. പക്ഷേ സ്വരമോളുടെ പാരൻസിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. അന്ന് അവരെന്നോട് പറഞ്ഞത്, എൻ്റെ മകളും മറ്റൊരാളുടെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ട്, അത് മതി ഞങ്ങൾക്കെന്ന. ഞങ്ങളുടെ മോളും അതാവും ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെയുള്ള സ്വരമോളെയും അവരെയും ഞാൻ മറക്കില്ല. സർജറി കഴിഞ്ഞ് താര റെസ്റ്റിലായിരുന്നു. അന്ന് ഞാൻ സ്വരമോളുടെ വീട്ടിൽ പോയിരുന്നു. മോളുടെ ഫോട്ടോ കണ്ടു. എല്ലാം അറിയാമായിരുന്നല്ലേ? അന്ന് എന്നോട് പഴയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് നേരെ സ്വരയുടെ വീട്ടിലേക്കായിരുന്നു പോയത്. അവിടെ ഞാൻ കണ്ടു തിളക്കമേറിയ കണ്ണുകളും കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിൽ ചിരിക്കുന്ന സ്വരയുടെ ഫോട്ടോ. എന്തുകൊണ്ടോ ഇക്കാര്യം നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി. സ്വര എങ്ങും പോയിട്ടില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞാനാകുന്ന ഈ ശരീരത്തിന്റെ ജീവനും തുടിപ്പും എല്ലാം അവള് മാത്രമാണ്. താരയുടെയും യുവയുടെയും കല്യാണം കഴിഞ്ഞു. എന്നും രാത്രി തന്റെ റൂമിന്റെ ബാൽക്കണിയിൽ വന്ന് നിന്നുകൊണ്ട് ആകാശത്തിലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അവന്റെ നക്ഷത്രത്തിനോടായി അവൻ പറഞ്ഞു, എടി പെണ്ണെ, നീ എന്തൊക്കെയാ അവിടെ ഇരുന്നുകൊണ്ട് കാട്ടിക്കൂട്ടിയേ എൻ്റെ അടുത്തേക്ക് എന്നെ എത്താൻ? പക്ഷേ ഞാൻ ഒരുപാട് ഹാപ്പിയാ. നീ ഒരിക്കലും അകലെയല്ല സ്വര. എൻ്റെ പാതിയായ പെണ്ണിൻ്റെ തുടുപ്പാണ് നീ. മറ്റൊരു സന്ധിക്കും വേർപ്പെടുത്താൻ പറ്റാത്ത എൻ്റെ പ്രണയവും സൗഹൃദവും എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങ് വാ. താരയെ അവൻ അവന്റെ നെഞ്ചിലേക്ക് ചായച്ചു. വലങ്കൈ കൊണ്ട് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, താര, ദേ നോക്ക്, സ്വര. ആകാശമാകുന്ന സൗഹൃദത്തിലെ എണ്ണിയാലും തീരാത്ത നക്ഷത്രമാണ് പ്രണയം. ഒരു ശരീരത്തിലെ രണ്ട് ജീവന്റെ തുടുപ്പുകൾ, സ്വരയും താരയും. ഒരാൾ സൗഹൃദത്തെ അവന് നൽകിയപ്പോൾ മറ്റൊരാൾ പ്രണയത്തെ അവനെ ഏൽപ്പിച്ചു. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകൾ